ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ സോയാ സോസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കൊരു 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ വറുത്തെടുക്കണ്ട, അതിൻ്റെ മോൾവശം മാത്രം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി. ഇപ്പോൾ അടിവശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്കൊരു പകുതി വറവായി കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ പാകത്തിനുള്ള മൊരിവായിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഇവിടെ നമ്മളൊരു വലിയ പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. ശരിക്കും വറുക്കണ്ട, ഒരു പകുതി വറവായി കിട്ടിയാൽ മതി. കനം കുറച്ച് വേണം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പം എന്നാലേ പെട്ടെന്ന് അതൊന്ന് കുക്കായി കിട്ടുള്ളൂ. കനം കുറച്ച് ഒരു ഹാഫ് സർക്കിൾ പോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അത് ഒന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യമുള്ള അളവിനുള്ള മൊരിവ് സവാള ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം അളവിൽ ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന്ന് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം.
ആ സമയം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കനിലേക്കും അതുപോലെ പൊട്ടറ്റോയിലേക്കൊക്കെ പെട്ടെന്ന് അതിൻ്റെ മസാലകളൊക്കെ കയറിക്കോളും. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു അരമുറി തേങ്ങ പിഴിഞ്ഞ് പാൽ വെച്ചിട്ടുണ്ട്. ആ തലപ്പാൽ മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയിലാണ് ചെയ്യുന്നത്. ഇടിയപ്പത്തിന് വേണ്ടിയുള്ള കറിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തിരി, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും നല്ലതാണ്. ഫ്രൈഡ് റൈസിന് നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.